ഹലോ ഗായ്സ്, വെൽക്കം ടു ഫോസ്റ്റർ ട്രേഡിംഗ് അക്കാഡമി. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രത്യേകിച്ച് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രേഡേഴ്സ്, നമ്മളിപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ട്രേഡേഴ്സിൽ ബിഗിനേഴ്സ് ഉണ്ടാവാം, ഇൻ്റർമീഡിയറ്റ് ട്രേഡേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോ ട്രേഡേഴ്സ് ഉണ്ടാവും. പ്രോ ട്രേഡേഴ്സിൽ തന്നെ ലോസ് മേക്കിംഗ് ട്രേഡേഴ്സ് ഉണ്ടാവും, മിസ്റ്റേക്സോട് കൂടി ലോസ് മേക്ക് ചെയ്യുന്ന. കാരണം ട്രേഡേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സാണ് നമ്മളിലുള്ള എല്ലാവരും. കാരണം എനിക്ക് ഡി എം ചെയ്യുന്നവരും വാട്സപ്പിൽ വരുന്നവരൊക്കെ അവർക്ക് എല്ലാത്തിനെ കുറിച്ചിട്ട് എല്ലാം അറിയില്ല. അതാണ് വലിയൊരു പ്രശ്നം. ഒന്നും ഒരു ഓർഗനൈസ് ചെയ്ത രീതിയിലാവില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കാരണം യൂട്യൂബിൽ നമുക്ക് കിട്ടുന്ന വീഡിയോസിൽ ഒന്നെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഈ പ്രൈസ് ആക്ഷൻസിൻ്റെ വീഡിയോസ്, സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ, മാർക്കറ്റ് പ്രൊഫൈൽ, ഇതിനെല്ലാ വീഡിയോസും നമുക്ക് യൂട്യൂബിലുണ്ടാവും. പക്ഷേ അവർ കംപ്ലീറ്റ്ലി അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഡൗട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഹാഫ് നോളജ് എപ്പോഴും കില്ല് ചെയ്യപ്പെടും എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 11 പവർഫുൾ സീരീസ് ടു ട്രാൻസ്ഫോം യുവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ആയിട്ട് ചെയ്യാനുള്ള റീസൺ. ഇതിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ തൊട്ടിട്ട് ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യുന്നവരെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് ഓൾ ഇൻ വൺ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടൈം അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അറിയാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കറക്റ്റ് പഠിക്കാൻ പറ്റും. കാരണം ഞാൻ 2008 മുതൽ നമ്മളെ ലാസ്റ്റ് റിസഷൻ തൊട്ടിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്, ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ ഫോറക്സിൻ്റെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നോളജ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഇതിൽ ക്ലബ്ബ് ചെയ്തിട്ടാണ് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ബ്രോക്കിംഗ് ഫേംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യുന്നത് മുതൽ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽസ് വീഡിയോസിൽ നമുക്ക് പറഞ്ഞു പോവാം. സോ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ക്യാൻഡിൽ എന്താണെന്നോ ക്യാൻഡിലിനെ കുറിച്ച് യാതൊന്നും അറിയില്ല. എന്നിരുന്നാലും അവർ റിയൽ മണി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും കൂടെയുള്ള ബിഗിനിങ് തൊട്ട് പഠിക്കുന്ന ഒരു സീരീസാണത്. സോ അതുകൊണ്ട് ഒരു സീരീസും നമ്മൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഇതിൽ വരുന്ന സീരീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ്റെ ഒരു 10 എപ്പിസോഡ്സ് ഉണ്ടാവും. പ്രൈസ് ആക്ഷൻ എന്താണ് എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ എന്താണ് ക്യാൻഡിൽ സ്റ്റിക്സ്, പാറ്റേൺസ് എന്തൊക്കെയാണ്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, ഹയർ ഹൈ എന്താണ്, ഹയർ ലോ എന്താണ്, അതുപോലെ തന്നെ സപ്പോർട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, അതുപോലെ തന്നെ ട്രെൻഡ് എന്താണ്, റേഞ്ച് എന്താണെന്നൊന്നും അറിയാത്തവർക്കുള്ള ഒരു ഡീറ്റെയിൽ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ പ്രൈസ് ആക്ഷൻ സീരീസിലെ 10 എപ്പിസോഡും നിങ്ങൾ വാച്ച് ചെയ്യുക. സോ അത് കഴിഞ്ഞിട്ടാണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് വരുന്നത്. സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മണി, അതായത് നമ്മൾ എങ്ങനെയാണ് ബിഗ് പ്ലെയേഴ്സ്, ബാങ്ക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ എങ്ങനെയാണ് മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നതെന്ന്. ഈ സ്മാർട്ട് മണി കൺസെപ്റ്റ് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രൈസ് ആക്ഷൻ എന്താ നമ്മൾ അറിഞ്ഞിരിക്കലും മസ്റ്റാണ്. പല ആളുകളും പ്രൈസ് ആക്ഷൻ എന്താ അറിയാതെയാണ് നേരെ SMCയിലോട്ട് പോകുന്നത്. സോ അവർക്കത് ഓർഗനൈസ് ചെയ്ത രീതിയിലല്ല അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ഡൗട്ട്സും, നമ്മൾ റിയൽ ഫണ്ട് ഇട്ടിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഹ്യൂജ് ലോസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. സോ ഈ SMCയിൽ തന്നെ വരുന്നതിൻ്റെ ഒരുപാട് കാര്യം, ലിക്വിഡിറ്റി മുതൽ ഓർഡർ ബ്ലോക്സ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ലിക്വിഡിറ്റി സ്വീപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഇതും അതുപോലെ ഒരു 2 സീരീസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ഫ്ലോ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാൻഡിൽ കാണുമ്പോൾ ഈ ക്യാൻഡിൽ ബയേഴ്സും സെല്ലേഴ്സിന് എത്രമാത്രം മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു സെല്ലർ വരുമ്പോൾ എത്രമാത്രം മാർക്കറ്റിനെ താഴോട്ട് ഇറക്കാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ നമ്മൾ ഓരോ ക്യാൻഡിൻ്റെയും ബയറും സെല്ലറും ഒരു അനാട്ടമി, ഒരു ഓപ്ഷൻ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ വരുന്ന കാര്യങ്ങൾ പെട്ടാണ് എന്താ പറയുക, ഈ ഡെപ്ത് ഓഫ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വരുന്നുണ്ട്. നെക്സ്റ്റ് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോൾ, മാർക്കറ്റിന് ഒരു പ്രൈസ് ഒരു പോയിന്റ് ഓഫ് കൺട്രോളിലോട്ട് വരും, POC എന്ന് പറയും. അതുപോലെ തന്നെ വാല്യൂ ഏരിയ ഹൈ ഉള്ള പോയിന്റ്സ്, വാല്യൂ ഏരിയ ലോവർ ഉള്ള പോയിന്റ്സ്, അതുപോലെ തന്നെ മാർക്കറ്റിൽ ക്യാൻഡിൽസിൻ്റെ ബാലൻസ് ആൻഡ് ഇൻബാലൻസ്, അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, വലിയ അക്കാഡമീസൊക്കെ ഹൈ എമൗണ്ട് കൊടുത്തിട്ടാണ് അവർ ഇത് പഠിപ്പിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സീരീസ് ആക്കിയിട്ട് ഡേ 1 തൊട്ട് നമ്മളൊരു LKG സ്റ്റുഡൻറ്റ് പഠിക്കുന്ന പോലെ ഈ ഫൈനാൻഷ്യൽ എക്കോസിസ്റ്റത്തിൽ നിങ്ങൾ വരുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നിങ്ങളൊരു സിസ്റ്റം ബേസ് ആയിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സെറ്റപ്പ്, എങ്ങനെയാണ് ബാങ്ക്സും സ്മോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു സെഷൻസാണ് അതുണ്ടാവുക, സീരീസ്. ഫോർ എക്സാമ്പിൾ ഈ 5th സീരീസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രൈസ് ആക്ഷൻ എന്താണെന്നുള്ളതും SMC എന്താണെന്നുള്ളതും ഓർഡർ ഫ്ലോ, മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലുള്ളൂ ഈ സിസ്റ്റം നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ പറ്റത്തുള്ളൂ. കാരണം
ഇതിൽ വരുന്ന കാര്യങ്ങൾ ബാങ്ക്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഈ 4 കൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി വെക്കൽ മസ്റ്റാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സെറ്റപ്പ് കഴിഞ്ഞാൽ അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൈസ് ആക്ഷൻസ് ഉണ്ട്. ആവശ്യം റിയൽ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മാർക്കറ്റിന്, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റോപ്പ് ലോസസ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൈസ് ആക്ഷൻ നമുക്ക് എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു സീരീസാണ്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ബേസ്ഡ് പ്രൈസ് ആക്ഷൻ, ലിക്വിഡിറ്റിയിലോട്ട് എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനുശേഷമുള്ള സീരീസിൽ വരുന്നത് റിയൽ ഡാറ്റ ഡീകോഡിംഗ് വിത്ത് CME എക്സ്ചേഞ്ച്. ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് കിട്ടുന്നത് റിയൽ വോളിയാണോ, ഈ tradingview.com കാണുന്ന ഈ വോളിയം റിയൽ ആണോ? നമുക്ക് വോളിയം നമുക്ക് ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കാം. ഇവിടെ വോളിയംസ് വരും, വോളിയംസിൻ്റെ ഒരു ബാർ വരും. ആ വോളിയം നമുക്ക് റിയൽ ആണോ, റിയൽ ഓർഡേഴ്സ് ആണോ നമ്മൾ കാണുന്നത്, മാർക്കറ്റ് ഡെപ്ത് ക്ലിയർ ആണോ, നമ്മളെ ബ്രോക്കർ നമുക്ക് തരുന്ന DOM ഡെപ്ത് ഓഫ് മാർക്കറ്റ് അത് ജെനുവിൻ ആണോ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീപ്പ് നോളജാണ് ഇതിൽ വരുന്നത്. കാരണം ഇത് നമ്മൾ ഓൾറെഡി ബ്ലൂംബർഗ്സിൻ്റെ ഡാറ്റാസും CRA ചാർട്ടും ATS എന്നുള്ള ഒരുപാട് സബ്സ്ക്രൈബ്ഡ് ആണ് നമ്മൾ ഓൾറെഡി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഡീപ്പ് ക്ലാസ്സും ലൈവ് ട്രേഡിംഗ് സെഷനും നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷണൽ മാർക്കറ്റ് ഡീകോഡിംഗ് സിസ്റ്റം, അതായത് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടോട്ടൽ ഡാറ്റയെ ഡീകോഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്നത് CFD ബ്രോക്കേഴ്സിലാണ്. ഇവിടെ CFD ബ്രോക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 50,000 CFD ബ്രോക്കേഴ്സ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡിൽ മൊത്തം 50,000-ന് മുകളിൽ CFD ബ്രോക്കേഴ്സ് ഉണ്ട്. ആ ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ ഡാറ്റാസ്, അതുപോലെ തന്നെ ബാങ്ക്സിൻ്റെ ഡാറ്റാസ്, CME എക്സ്ചേഞ്ചിലെ ഡാറ്റാസ്, അവരെങ്ങനെയാണ് ബയേഴ്സിന് സെല്ലേഴ്സിന് ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വൽ ട്രേഡ് അവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ റാലി നടത്തും. ഫോർ എക്സാമ്പിൾ 4,500 എന്നുള്ള റേഞ്ചിൽ നിന്ന് 5,000-ലോട്ട് ജമ്പ് ചെയ്യും. അവരെങ്ങനെയാണ് ആ പ്രൈസിന് ഡീകോഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെപ്ത് നോളജാണ് പ്രൊഫഷണൽ മാർക്കറ്റ് ഡീകോഡിങ്ങിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം ആൽഗോ ട്രേഡിങ്ങും നമ്മൾ കേട്ടിട്ടുണ്ടാവും, HFT ആർബിട്രേജും എന്നുള്ളൂ. ആൽഗോ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ട്, അതിന് വേറെ രൂപമാണ് ബോട്ട്. നമുക്ക് പൈത്തൺ ഉപയോഗിച്ചിട്ടും MQL5 പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടും നമ്മളെ MT5 ഒക്കെ വെച്ചിട്ട് നമുക്ക് ആൽഗോ ട്രേഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ആൽഗോ ട്രേഡ്സ് എന്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആവുന്നില്ല? എങ്ങനെയാണ് നമുക്ക് ആൽഗോ ട്രേഡ് ചെയ്യുക? ആൽഗോ ട്രേഡ്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റെഗുലറായിട്ട് നമുക്കൊരു ഇൻകം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും? അതുപോലെ തന്നെ ഗോൾഡിന് സ്പോട്ടും ഗോൾഡിനും ഫ്യൂച്ചറും തമ്മിൽ നമുക്ക് എങ്ങനെ ആർബിട്രേജ് ചെയ്യാൻ പറ്റും? പേയേഴ്സ് തമ്മിൽ എങ്ങനെ നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ആർബിട്രേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഡിഫറെൻറ്റ് എക്സ്ചേഞ്ചിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫീഡുകൾ തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുകയെന്ന്. അതായത് VPS ഒക്കെ വെച്ചിട്ട്, വിർച്വൽ പ്രൈവറ്റ് സെർവറൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫാസ്റ്റ് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ചുള്ള ഡീപ്പ് നോളജാണ്. ഇതിന് സോഫ്റ്റ്വെയർസൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനൊരു ഡീപ്പ് നോളജ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഓക്കെ, പിന്നെ അതുകൂടാതെ എല്ലാവരും നമുക്ക് ഈ എല്ലാ സിസ്റ്റവും അറിയാം. ഈ 10 ഏരിയയിലൂടെ നമ്മൾ കടന്നുപോയി. ബട്ട് നമുക്ക് ഒരു നല്ലൊരു ബ്രോക്കർ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ലോസ് എന്താണ്, അതിന് റെഗുലേഷൻ എന്താണ്, അവരെ സ്പ്രെഡ് എന്താണ്, അവരെ എക്സിക്യൂഷൻ സ്പീഡ് എന്താണ്, അവരെ ക്ലോസിങ് സ്ലിപ്പേജ് എന്താണ്, അവരെ ഓപ്പണിംഗ് സ്ലിപ്പേജസ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യപ്പെടേണ്ടത്, ഒരു സ്കാൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ബ്രോക്കറാണ് ഏറ്റവും നല്ലത്, അവർ നമ്മളെ അക്കൗണ്ടിനെ എങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഓർഡർ ചെയ്യുന്നത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു സെഷനായിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ, സോ ഈ എല്ലാ സീരീസിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റണം. സോ ആദ്യം തന്നെ നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ സീരീസ് 1, അതായത് 10 എപ്പിസോഡ്സാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ ഒരു അവയർനെസ് ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇതിൽ മാസ്റ്റർ ട്രേഡിംഗ്സ് സീരീസിൽ പ്രൈസ് ആക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ കാൻഡിൽ സ്റ്റിക്സിൻ്റെ പാറ്റേൺ, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് എന്താണ്, റേഞ്ച് എന്താണ്. സോ ഇതിൽ നോക്കിയാൽ പ്രൈസ് ടെൽസ് എവറിത്തിങ്, നോ ഇൻഡിക്കേറ്റർ. നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ചിട്ടുള്ളൊരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ലൈവ് ട്രേഡിങ്ങോ നമ്മളിപ്പം ചെയ്യുന്നില്ല. കാരണം റിയൽ പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് ആക്ഷനിലൂടെ മൂവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീപ്പ് നോളജാണ് നമുക്ക് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ സ്മാർട്ട് മണി കൺസെപ്റ്റിൽ ഈ എല്ലാ ഏരിയയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒന്ന് ഓർഡർ അനുസരിച്ചിട്ടല്ല അവൈലബിൾ ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ബിഗിനർ തൊട്ടിട്ട് ഒരു പ്രോ ട്രേഡ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡിംഗ് സെറ്റപ്പ് വരെയുള്ള ക്ലാസ്സസ് ആണ് ഓരോ ഡേ ബൈ ഡേ നമുക്ക് എടുത്തു പോവുക. അത് കഴിഞ്ഞ് ഓർഡർ ഫ്ലോ എന്താണെന്നുള്ളൂ, മാർക്കറ്റ് പ്രൊഫൈൽ എന്താണെന്നുള്ളൂ, അതിനൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. സോ നിങ്ങൾക്ക്
കിട്ടേണ്ട ക്ലാസ്സസ് എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും. കാരണം നമുക്കൊരു കംപ്ലീറ്റ് പാക്കേജാണ് ആവശ്യം. നമുക്ക് ഒരു മിഡിലൊരു സ്മാർട്ട് മണി കൺസെപ്റ്റ് പഠിച്ചുകൊണ്ടോ, നമുക്ക് മിഡിലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സെറ്റപ്പ് പഠിച്ചുകൊണ്ടോ നമുക്ക് ഡൗട്ട് തീരില്ല. കാരണം ഈ ഫിഫ്ത്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1, 2, 3, 4 എന്നുള്ള സ്റ്റേജിലൂടെ കടന്നു പോകണം. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു സീരീസ് ആക്കി മാറ്റിയത്. അപ്പോൾ മാക്സിമം ഇതിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിയൽ ലൈവ് ട്രേഡിംഗ് എല്ലാ ദിവസവും ഇനി മുതൽ ലൈവ് ട്രേഡിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ലൈവ് ട്രേഡിങ്ങോട് കൂടി നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. സോ ഓക്കെ ഗായ്സ്, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.